അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണം കേരളത്തെ ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു. ആ കുട്ടിയെ മാനസികമായി തളർത്തിക്കളഞ്ഞു ആ കോളേജിലെ സാറുമാർ. മുമ്പിൽ നിന്ന് ഡോക്ടർ MK റാമായിരുന്നു. ഏതായാലും കുട്ടിയുടെ മരണത്തെ തുടർന്ന് കേസെടുത്തു. കേസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ആ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ശേഷവും ഏകദേശം 3 മാസത്തോളം സമയമെടുത്തു ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുക. ഡോക്ടർ റാം ആന്ധ്രാക്കാരനാണ്. അദ്ദേഹം തൻ്റെ ഭാര്യ വീട് മൈസൂരിലാണ്. അയാളെ അറസ്റ്റ് ചെയ്തപ്പം പറയുന്നത് ഞാൻ മൈസൂരിലുണ്ടായിരുന്നു എന്നുള്ളൂ. അയാൾ കോടതി കീഴടങ്ങാനായിട്ട് തയ്യാറായി ആന്ധ്രയിൽ നിന്ന് മൈസൂരിൽ വന്നു. അവിടുന്ന് കേരളത്തിലേക്ക് വരാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡിഫൻസ്. എന്തായാലും സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളും അറസ്റ്റ് ചെയ്യുമ്പം എന്തൊക്കെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ടെന്നുള്ള കടമകളൊന്നും നിർവഹിക്കാത്ത ക്രൈംബ്രാഞ്ച് DYSPക്കെതിരായിട്ട് ഹൈക്കോടതി ആഞ്ഞടിക്കുകയുണ്ടായി. ജസ്റ്റിസ് ബദറിൻ്റെ ബെഞ്ചിലാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. അദ്ദേഹം കൃത്യമായ ഒരു നിരീക്ഷണം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് 3 മാസം സമയമെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ? കാരണം അയാൾ ആന്ധ്രയിൽ തന്നെ ഉണ്ടായിരുന്നു, താൻ ഭാര്യ വീട്ടിൽ മൈസൂറുണ്ടായിരുന്നു എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം കൊടുത്ത മൊഴി. പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാതെ 3 മാസം നീട്ടിക്കൊണ്ടുപോയത്? കോടതി ഇടപെട്ട ശേഷമാണ് ഈ അറസ്റ്റ് പെട്ടെന്നുണ്ടായത്. അറസ്റ്റ് ഉണ്ടായ ശേഷം SC/ST കോടതിയിലെ ഡോക്ടർ MK റാമിനെ ഹാജരാക്കി. കോടതി പറഞ്ഞു അറസ്റ്റ് പ്രോപ്പറല്ല, അത് നിയമപരമായിട്ട് പറയുന്ന രീതിയിലല്ല. സുപ്രീം കോടതി അതിന് വലിയ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു അറസ്റ്റ് നടക്കുമ്പം 36 BNS പ്രകാരം നടന്നാൽ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ താൻ ആരാണ് എന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുടെ അടുത്ത് പറയണം. ആ അറസ്റ്റിന് വിധേയമാകുന്ന ആൾ തീർച്ചയായിട്ടും ഈ വന്ന പോലീസ് ഓഫീസർ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ആരാണെന്ന് അറിയുകയും അതോടൊപ്പം തന്നെ എന്താണ് കുറ്റമെന്ന് പറയുകയും ചെയ്യണം. അയാളെ അത് ബോധ്യപ്പെടുത്തിയിട്ട് അറസ്റ്റ് എഫക്റ്റ് ചെയ്യാം. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആൾ അവർക്ക് അറസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരെയെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്ത ആളുടെ ബന്ധുവിനെ ആരെയെങ്കിലും ഫോൺ ചെയ്ത് അറിയിക്കാം, അല്ല അവരെ വിളിച്ചു വരുത്താം. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ അറ്റസ്റ്റ് ചെയ്യണം അറസ്റ്റ്, അതും പാലിച്ചിട്ടില്ല. ഇതൊന്നും പാലിക്കാതെയാണ് ഈ അറസ്റ്റ് നടപ്പാക്കി കോടതിയിൽ ഹാജരാക്കി. ആ പ്രതിയുടെ ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെറുതെ ചുറ്റി സഞ്ചരിച്ചു എന്നുള്ളൊരു നിരീക്ഷണവും കോടതി നടത്തി. മേലുദ്യോഗസ്ഥന്മാർ പലരും ഉണ്ട്. SP, DYSP മുകളിൽ SP ഉണ്ട്, DIG ഉണ്ട്, ADGP ഉണ്ട്, DGP വരെയുണ്ട്. അവരാരും ഇതേപ്പറ്റി കമാന്നൊരു അക്ഷരം പറഞ്ഞില്ല. ഈ ഡിലേ എന്തുകൊണ്ടാണ്? ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായതാണ്. ആ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായ ഡോക്ടർ റാം, അയാളെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് ഇത്ര തടസ്സം, എന്താണ് ഇത്ര താമസം? കോടതി അത് തന്നെ ചോദിക്കുന്നു. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് കോടതി വാക്കാൽ പറയുകയും ചെയ്തു. പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്ന, പണക്കാരെ രക്ഷിക്കുന്ന മനോഭാവമാണ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെന്നും കോടതി കമൻ്റ് ചെയ്തു. പണമുള്ളവർക്ക് എന്തും ചെയ്യാമെന്നാണോ ഇപ്പോഴത്തെ അവസ്ഥ? അങ്ങനെ കോടതി പറയുകയും ചെയ്തു. കാരണം ഈ കേസിൻ്റെ വഴിത്താരകളിൽ കൂടെ കോടതി സഞ്ചരിച്ചപ്പം അറസ്റ്റ് ഡിലേ ചെയ്തു മനഃപൂർവ്വം പോലീസ് ഉദ്യോഗസ്ഥന്മാർ. 3 മാസം എടുത്തായാലും മൈസൂർ തന്നെ ഉണ്ടായിരുന്നു. അത് കോടതി നിരീക്ഷിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിശക്തമായ രീതിയിൽ അതിനകത്ത് പാകപ്പിഴ സംഭവിപ്പിച്ച, അതിനകത്ത് അറസ്റ്റിന് നടത്താൻ കൂട്ടാക്കാതിരുന്ന DYSP അദ്ദേഹത്തിന് എന്തുകൊണ്ട് നിയമപരമായ നടപടിയെടുത്തില്ല അദ്ദേഹത്തിനെതിരെ? അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാത്തത് എന്തെന്നാണ് കോടതി ഇന്ന് ഓപ്പണായിട്ട് ചോദിച്ചത്. അത് ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ കോടതി ഓരോന്നോരോന്ന് എഴുതി കാണിച്ചു, ഓരോന്നോരോന്ന് പറയുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. DYSPക്ക് ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരാൾ അയാൾ കൃത്യവിലോപം കാണിച്ചതിനും മോശമായ രീതിയിൽ അന്വേഷണം നടത്തിയതിനും നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ അതുപോലെ പ്രവർത്തിക്കാതെ ഒരാളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പം ആ കോടതി അയാളോട് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. അതിൻ്റെ കാരണം അറസ്റ്റ് പ്രോപ്പറായിരുന്നില്ല. SC/ST കോടതിയിൽ അറസ്റ്റ് സമയത്ത് പാലിക്കേണ്ട കടമകൾ എന്താണെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒബ്സർവ് ചെയ്യാതെ ആണ്
ഈ DYSP ഇപ്രകാരം ചെയ്തത്. അദ്ദേഹത്തിനെ കോടതിയിൽ വിളിച്ചു വരുത്തി. ഹൈക്കോടതി അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ചോദിച്ചു. എത്ര അറസ്റ്റ് നിങ്ങൾ ഇതുവരെ 36 പ്രകാരം BNS 36 വരെ നടത്തിയിട്ടുണ്ട്, 8 അറസ്റ്റുകൾ താൻ ചെയ്തിട്ടുണ്ടെന്ന് DYSP പറയുകയും ചെയ്തു. ആ 10 കേസിനകത്ത് ഇതുപോലെയാണോ നിങ്ങൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തത്? അതിനകത്ത് ആരെ കൊണ്ടെങ്കിലും അറ്റസ്റ്റ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത വിവരം അറിയിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചാണോ ചെയ്തത്? നേരത്തെ ഉള്ളതിന് എല്ലാം അങ്ങനെ പാലിച്ച് തന്നെയാണ് ചെയ്തതെന്ന് DYSP പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ ഈ സംഭവത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ പാലിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പാകപ്പിഴകൾ സ്ലിപ്പുണ്ടായി എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് കോടതി ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇയാൾക്കെതിരായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുത്തില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് നടപടിയെടുത്തില്ല? കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചയുണ്ടായി എന്ന് കോടതി കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ സർവീസ് മാറ്റർ അനുസരിച്ച് പ്രൈമറി ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയാണ് സാധാരണ പതിവ്. തനിക്ക് സർവീസ് മാറ്ററുകളൊക്കെ നന്നായിട്ട് അറിയാം എന്നും സന്ദർഭോചിതമായി കോടതി പറയുകയും ചെയ്തു. അതുകൊണ്ട് ആ ആൾക്കെതിരായിട്ട് അടിയന്തരമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കോടതി അതിനകത്ത് കൃത്യമായിട്ട് ഇയാളുടെ ഭാഗത്തുണ്ടായ പാകപ്പിഴകളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം ഡിലേ വന്നു, അറസ്റ്റിലേക്ക് 3 മാസം എടുത്തു. അതുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ടെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നേറെ ഉദ്യോഗസ്ഥരടക്കം ബോധപൂർവമായ ഒരു ഗൂഢാലോചനയുടെ പിന്നിലുണ്ടോ എന്നും കോടതി സംശയിക്കുന്നുണ്ട്. എന്തായാലും ഒരു മേലുദ്യോഗസ്ഥന്മാരും ഇതിനകത്ത് കാര്യമായ ഒരു ശ്രദ്ധയും ചെയ്തിട്ടില്ല. ഒരു കുട്ടിയുടെ ജീവൻ, BDSന് പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ജീവൻ പോയി. അത് മാനസികമായി ആ കൊച്ചിനെ ഈ ഡോക്ടർ റാമോ അവിടെയുള്ള മറ്റുള്ള പ്രിൻസിപ്പളും അതുപോലുള്ള പലരും മാനസികമായിട്ട് ആ കൊച്ചിനെ തകർത്തുകൊണ്ടാണ് ആ കുട്ടി ജീവൻ വെടിഞ്ഞതെന്നാണ് തോന്നുന്നത്. മറ്റെന്തെങ്കിലും രീതിയിൽ ചതി അതിനകത്തുണ്ടോ എന്ന് ഇനിയും പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ പ്രിൻസിപ്പളും മറ്റവരും പറഞ്ഞെന്ന് പറഞ്ഞൊരു കുട്ടി ഇതുപോലെ എടുത്തു ചാടുമോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ആ കുട്ടിക്കുണ്ടായ അപകടം എന്താണെന്ന്, എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്യണം.